നമസ്കാരം. ലോകത്തിന്റെ ഏതു കോണിലേക്കും കുതിച്ചെത്താൻ ശേഷിയുള്ള ആണവ എഞ്ചിൻ അടിസ്ഥാനമാക്കിയ ബുറേവ്സ്നിക് ക്രൂസ് മിസൈൽ പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുകയാണ് റഷ്യ. യുക്രൈനെതിരെയുള്ള യുദ്ധ നടപടികളിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് റഷ്യക്കെതിരെ യുഎസും യൂറോപ്യൻ യൂണിയനും ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി വരുന്നതിനിടയിലാണ് ഈ ആയുധ പരീക്ഷണം അവർ നടത്തിയത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ബുറേവ്സ്നിക് ക്രൂസ് മിസൈൽ റഷ്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചുവെന്ന പ്രഖ്യാപനം നടത്തിയത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ മിസൈൽ പരീക്ഷണം ഇക്കഴിഞ്ഞ ഒക്ടോബർ 21 സൈബീരിയൻ മേഖലയിലാണ് നടന്നത്. മണിക്കൂറിൽ 900 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്ത ഈ മിസൈലിന്റെ ദൈർഘ്യമേറിയ സഞ്ചാരശേഷി ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ആയുധങ്ങളുടെ ശ്രേണിയിലേക്ക് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. റഷ്യൻ മാധ്യമങ്ങൾ ഗ്ലോബൽ റേഞ്ച് മിസൈൽ എന്നാണ് ഈ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യയുടെ ഈ നീക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. എത്ര ദൂരത്തേക്കും അനായാസം എത്താൻ കഴിയുന്ന ഈ മിസൈൽ പരീക്ഷണ ഘട്ടത്തിൽ തുടർച്ചയായി 15 മണിക്കൂർ സഞ്ചരിച്ചു. അങ്ങനെ 14,000 കിലോമീറ്ററാണ് ബുറേവ്സ്നിക് ക്രൂസ് മിസൈൽ പിന്നിട്ടത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. പൊതുവെ ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ സാവകാശത്തിലാണ് ക്രൂസ് മിസൈലുകൾ സഞ്ചരിക്കുക. ബുറേവ്സ്നിക് ക്രൂസ് മിസൈലിന്റെ വേഗത മണിക്കൂറിൽ ശരാശരി 900 കിലോമീറ്റർ ആയിരുന്നു. നയനം 730 എന്ന കോഡിലാണ് റഷ്യൻ സേന തങ്ങളുടെ ഈ പുതിയ ക്രൂസ് മിസൈൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ റഷ്യയുടെ ആവനാഴിയിലേക്ക് ഒരു നിർണായക ആയുധം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ ക്രൂസ് മിസൈലുകളെ അപേക്ഷിച്ച് റഷ്യയുടെ പുതിയ ബുറേവ്സ്നിക് ക്രൂസ് മിസൈലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനുള്ളിൽ ചെറിയ ആണവ റിയാക്ടർ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ മിസൈലിന് ദീർഘദൂരങ്ങൾ നിഷ്പ്രയാസം താണ്ടാനുള്ള ശേഷി ലഭിക്കുന്നു. മിസൈലിനുള്ളിലെ ആണവ റിയാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം ഉപയോഗപ്പെടുത്തി ടർബൈനുകൾ കറങ്ങും. ഈ ടർബൈനുകൾ അന്തരീക്ഷത്തിൽ നിന്ന് കൂടുതൽ വായു വലിച്ചെടുക്കുകയും അത് പുറത്തേക്ക് ശക്തിയായി തള്ളുകയും ചെയ്യും. ഈ സംവിധാനം ബുറേവ്സ്നിക് മിസൈലിനെ ഇന്ധനം ഉപയോഗിച്ചുള്ള പ്രൊപ്പൽഷൻ സംവിധാനത്തിൽ നിന്ന് പുറമേയുള്ള അധിക തള്ളൽ പ്രദാനം ചെയ്യും. ഇതിലൂടെ മിസൈലിന് കുറഞ്ഞ ഇന്ധനം ഉപയോഗിച്ച് ദീർഘദൂരം സഞ്ചരിക്കാനുള്ള ശേഷി കൈവരുന്നു. മിസൈൽ വിക്ഷേപിച്ച് നിശ്ചിത വേഗം കൈവരിച്ചതിന് ശേഷമാകും ഇതിലെ ആണവ എഞ്ചിൻ പ്രവർത്തനക്ഷമമാകുക. പരമ്പരാഗത പോർമുനകൾക്കൊപ്പം ആണവ പോർമുനകളും വഹിക്കാൻ റഷ്യയുടെ ബുറേവ്സ്നിക് ക്രൂസ് മിസൈലിന് ശേഷിയുണ്ട്. വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കാനുള്ള ക്രൂസ് മിസൈലിന്റെ ശേഷി മറ്റൊരു സവിശേഷതയാണ്. താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതിനാൽ ശത്രു റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്തുക ദുഷ്കരമാണ്. നിരീക്ഷണ സംവിധാനങ്ങൾക്ക് എന്ന പോലെ തന്നെ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾക്കും ഈ മിസൈലിന്റെ സാന്നിധ്യം തിരിച്ചറിയുക എന്നത് ഏറെ വെല്ലുവിളി ഉയർത്തുന്നു. അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ റഷ്യയുടെ ഈ ക്രൂസ് മിസൈലിനെ സ്റ്റെൽത്ത് ക്രൂസ് മിസൈൽ വിത്ത് ന്യൂക്ലിയർ ഹാർട്ട് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് ആണവ ഭീഷണിയുടെ പുതിയ ഘട്ടമാണ്. ആണവ പ്രചരണ നിയന്ത്രണ കരാറുകളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നീക്കമാണിത്. വാഷിംഗ്ടണിലെ വിദേശകാര്യ വക്താവിന്റെ പ്രസ്താവനയിലെ വാക്കുകളാണിവ. റഷ്യയുടെ ഈ ആയുധ പരീക്ഷണത്തെ തുടർന്ന് നാറ്റോ സഖ്യരാജ്യങ്ങൾ സംയുക്ത നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഈ പരീക്ഷണം അവരുടെ ശക്തി പ്രകടനവും രാഷ്ട്രീയ സന്ദേശവുമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.